ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രക്തക്കുറവാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. ഓവർ ബ്ലീഡിങ്ങിൻ്റെ സമയത്തൊക്കെ സ്ത്രീകളിലും അതേപോലത്തെ ഇഷ്യൂസ് കാണാറുണ്ട്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്ന അവസ്ഥ അതും ധാരാളം പേര് അറിയാതെ പോകുന്നുണ്ട്. അത് ഭാവിയിൽ ധാരാളം ദോഷങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാർക്ക് അത് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മറ്റു നിരവധി ഗുണങ്ങളുണ്ട്. അതുകൂടി അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അതായത് നമ്മളൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചെറിയ പീസാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിയ വിളർച്ച തടയാനായിട്ടും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഇതിൽ നാരുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ചലനം എളുപ്പത്തിലാകാനും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ അകറ്റാനും വയറിനെയൊക്കെ കറക്റ്റായിട്ട് ശുദ്ധിയാക്കാനും ഒക്കെ സഹായിക്കുന്നു. ബീട്രൂട്ടിൽ ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. കൊളസ്ട്രോളിൻ്റെ അളവിലെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ബീട്രൂട്ട് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. നെല്ലിക്ക നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുടിക്കും ചർമ്മത്തിനും ഒക്കെ നല്ലതാണ്. സ്കിന്നിനെ യങ്ങായിട്ട് നിലനിർത്താനായിട്ട് നമ്മുടെ നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. ഇതിലും വൈറ്റമിൻ സി, ഇരുമ്പ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മുടിയൊക്കെ കുറവുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനം ചെയ്യും. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും അതേപോലെ തന്നെ നെല്ലിക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒരല്പം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണമെന്നുള്ളവർക്ക്, എണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്ക് ഇത് ആവിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ഉണക്കമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, അല്പം ഇഞ്ചി ഇതുകൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഇത് വഴറ്റിയെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ താഴെ ഹായ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പീര എടുത്തിട്ടുണ്ട്, ഒരു 2 പിടി പീര. അതേപോലെ തന്നെ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും നെല്ലിക്കയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹായ് എന്നെങ്കിലും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഓട്സ് കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത് നെല്ലിക്കയും അതിലെ വൈറ്റമിൻ സിയും എല്ലാം അണുബാധകളെ ചെറുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് ശരീരത്തിന് സംരക്ഷണം നൽകുന്നു. അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള പോഷകങ്ങളുടെ കലവറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.